Hi students, welcome to the physics class of Learners India. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, പക്ഷേ എന്താണ് നവംബറിൽ ഓൾമോസ്റ്റ് നമ്മുടെ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്കൂൾസ് ഒക്കെ റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? CBSE പറഞ്ഞതനുസരിച്ച് യു വിൽ ഹാവ് എക്സാംസ് ഓൺ നവംബർ അല്ലേ? അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എക്സാം MCQ ബേസ്ഡ് എക്സാം ആണ്, റൈറ്റ്? അപ്പോൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്കിപ്പോൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യേണ്ട ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾ നന്നായിട്ട് എക്സാമിന് വേണ്ടി ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ്, ബിക്കോസ് ഓൾമോസ്റ്റ് ഒക്ടോബർ ആയി. ഓൾ റൈറ്റ്, ഓക്കെ. സോ നമുക്ക് നമ്മുടെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം? ഒന്ന് പൊടി തട്ടി എടുക്കാം. അതോടൊപ്പം എന്ത് ചെയ്യാം? അതിൻ്റെ കുറച്ച് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള MCQസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോൾ CBSE ഇറക്കിയ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും. അത്ര പെട്ടെന്ന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അല്ലേ? നന്നായിട്ട് കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ MCQs വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ലേൺ ദി കോൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ മറന്നുപോയതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നും കൂടി റീകോൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ലേണേഴ്സ് ഇന്ത്യ. പക്ഷേ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് അസിസ്റ്റൻസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യുക? താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓൾ റൈറ്റ്, ഓക്കെ. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്ത് ചെയ്യണം? മൈ സ്കൂൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് എന്തുണ്ട്? MCQ ടെസ്റ്റ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, വീഡിയോ ലെസൺസ് ഉണ്ട്. എല്ലാ അക്കാഡമിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും അതിൽ അവൈലബിൾ ആണ്. ഓൾ റൈറ്റ്, സോ ജസ്റ്റ് കോൺടാക്ട് ഇൻ ദാറ്റ് നമ്പർ ഗിവൺ ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓൾ റൈറ്റ്, അപ്പോൾ ഇനി നമ്മൾ സമയം കളയേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സെഷനിൽ എന്താണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ, കോൺസെപ്റ്റ് ഓഫ് പ്ലെയിൻ മിറർ, ദെൻ സ്ഫെറിക്കൽ മിറേഴ്സ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. ഓക്കെ, ഈ 3 ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള MCQs എങ്ങനെ ചെയ്യാമെന്നും നോക്കുന്നത്. ഓൾ റൈറ്റ്, സോ ഫസ്റ്റ് സെഷന് വരുന്നത് എന്താണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, സോ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കാം. ഓൾ റൈറ്റ്, എന്തൊക്കെയായിരുന്നു ലോസ് ഓഫ് റിഫ്ലക്ഷൻ? വാട്ട് വാസ് ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ? First law of reflection states that the incident ray, the reflected ray and the normal to the surface of the mirror all lie on the same plane. Okay, incident rayum, reflected rayum, normalum, all of them lie on the same plane. Okay, so എന്താണ് ഇൻസിഡന്റ് റേ? നമ്മുടെ പ്ലെയിൻ മിററിന്റെ സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് റേ ആയിരുന്നു എന്ത്? ഇൻസിഡന്റ് റേ. ഓർമ്മയില്ലേ? ഓൾ റൈറ്റ്, ഇൻസിഡന്റ് റേക്ക് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ അണ്ടർഗോ റിഫ്ലക്ഷൻ ആൻഡ് ദിസ് ഈസ് യുവർ റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ആൻഡ് വാട്ട് വാസ് നോർമൽ? എന്തായിരുന്നു ഈ നോർമൽ? ഒന്നുമില്ല, നമ്മുടെ പ്ലെയിൻ മിററിന്റെ സർഫസിൽ നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആയിരുന്നു എന്ത്? നോർമൽ. ഓക്കെ, and this incident ray, normal and reflected ray, they all lie on the same plane എന്നായിരുന്നു first law of reflection പറയുന്നത്. right, all of them lie on the same plane അല്ലേ? നോക്ക്, ഇപ്പൊ ഇതാണ് ഇൻസിഡന്റ് റേ അല്ലേ? അപ്പൊ റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെയാണോ? അല്ല. ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ? അല്ല. ഇൻസിഡന്റ് റേയുടെ അതേ പ്ലെയിനിലാണ് ആരും വന്നിരിക്കുന്നത്? റിഫ്ലക്റ്റഡ് റേയും വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നോർമൽ ഓൾസോ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ. കണ്ടോ, നിങ്ങൾ ഈ ക്രീം കളറിൽ ഇവിടെ കാണുന്നതാണ് എന്ത്? ഇൻസിഡന്റ് റേയുടെയും നോർമലിൻ്റെയും റിഫ്ലക്റ്റഡ് റേയുടെയും പ്ലെയിൻ എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, മൂന്നാളും ഒരു പ്ലെയിനിലല്ലേ? അതെ, റൈറ്റ്. നൗ വാട്ട് വാസ് ദ സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് സെക്കൻഡ് ലോ. And the second law states that, ഓർമ്മയില്ലേ, the angle of incidence is equal to the angle of reflection. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും രണ്ടും ഈക്വൽ ആണെന്നാണ് സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. ഓക്കെ,
അതിന് എന്തായിരുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നൊക്കെ കറക്റ്റ് ഓർമ്മയുണ്ടോ? ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആൻഡ് റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഈ സെഷനിൽ നിങ്ങൾ ഈ ഒരൊറ്റ കോൺസെപ്റ്റ് ഓർത്തിരുന്ന ഞാൻ ഗ്യാരണ്ടിയാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. MCQs നിങ്ങൾക്ക് ഒരു പ്രോബ്ലമേ ആയിരിക്കില്ല. കാരണം എന്താണ്? ഈ ഒരൊറ്റ കോൺസെപ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്. അല്ലാതെ ഇൻസിഡന്റ് റേയും മിററും തമ്മിലുള്ള ആംഗിൾ ആണോ? അല്ല. ഓക്കെ, ആ ഒരു മിസ് കോൺസെപ്റ്റ് ഒഴിവാക്കണം. ഇൻസിഡന്റ് റേയും മിററും തമ്മിലുള്ള ആംഗിൾ ആണെന്ന് എങ്ങാനും നിങ്ങളുടെ മൈൻഡിൽ കയറിയാൽ തെറ്റി. റൈറ്റ്? സോ ഈ ഒരു ഒറ്റ കാര്യം അറിഞ്ഞാൽ ഇതിലെ എല്ലാ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കീപ് ദിസ് ഇൻ മൈൻഡ്. എന്താണ്? ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആൻഡ് റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓൾ റൈറ്റ്? ഓക്കെ, അങ്ങനെയാണ് നോക്ക്. ഇപ്പൊ ഇൻസിഡന്റ് റേ ഇങ്ങനെ നോർമൽ റേക്ക് അടുത്തടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ? ആൻഡ് ഇൻസിഡന്റ് റേയും നോർമലും കോയിൻസൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായി പോവും? 0. റൈറ്റ്? ഇൻസിഡന്റ് റേയും നോർമലും ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആവും. അങ്ങനെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്ത് തന്നെയാവും? 0. ബിക്കോസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സെഷനിൽ നിന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ MCQസും ചെയ്യാൻ പറ്റും. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ റേ ഓഫ് ലൈറ്റ് is incident towards a plane mirror at an angle of 30 degrees with the mirror surface. What will be the angle of reflection? അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒറ്റ പോയിന്റ് ഓർത്താൽ മതി. എന്താണ്? at an angle of 30 degree with the mirror surface. ഇവിടെ മിറർ സർഫേസും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. അതാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? അല്ല. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു അതല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതൊന്ന് പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓൾ റൈറ്റ്? ഓക്കെ, okay, the incident ray, the normal, and this is the reflected ray. Okay, and this is the point of incidence. എന്താ തന്നിരിക്കുന്നത്? ഇൻസിഡന്റ് റേയും മിറർ സർഫേസും തമ്മിൽ 30 ഡിഗ്രി ആംഗിൾ. അങ്ങനെയാണെങ്കിൽ what is the angle of reflection? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓൾ റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എന്താ നോർമൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? നമ്മുടെ പ്ലെയിൻ മിറർ സർഫേസിന് 90 ഡിഗ്രിയിൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് എന്ത്? നോർമൽ അല്ലേ? അപ്പൊ ഈ ആംഗിൾ എന്താണ്? ദിസ് ആംഗിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി അല്ലേ? സിമ്പിൾ അല്ലേ? ഇത് മൊത്തം 90, ഇത്രയും 30. അങ്ങനെയാണ് ഇത് എത്രയാ? എത്ര വരും? ഇറ്റ് ഈസ് 90 minus 30 equal to 60 degree. Right? So this angle is 60 degree. Okay, ഇതെന്താണ്? ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. റൈറ്റ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അന്വേഷിച്ച് പോകണോ? വേണ്ട. ബിക്കോസ് വി നോ ദ ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്ത് തന്നെയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 60 degree. Right? So what is the answer? Option B. Option B, 60 degree is the right answer. Okay, അല്ലാതെ തന്നിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് 30
ടിക്ക് ചെയ്താൽ പോയോ? തെറ്റി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരൊറ്റ കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ ഈ ഒരു സെഷനിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്? സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, the angle of incidence for a ray of light having zero reflection angle is. Okay, attention children, very important question കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? ഓക്കെ, ഇത് നമുക്ക് പിക്ചറൈസ് ചെയ്യാം. then is easy അല്ലേ? പ്ലെയിൻ മിറർ ഉണ്ട്, നോർമൽ ഉണ്ട്. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ റിവൈസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു എന്ത്, ആംഗിൾ ഇൻസിഡന്റ് റേയും നോർമലും കോയിൻസൈഡ് ചെയ്യുന്ന ടൈമിൽ എന്തായി പോവും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? 0 അല്ലേ? അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായി പോവും? 0. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആ സെയിം കേസ് അല്ലേ ഇത്? നോക്ക്, see, if the incident ray coincide with the normal, നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ഇൻസിഡന്റ് റേ 0 അല്ലേ? then റിഫ്ലക്റ്റഡ് റേയും എന്ത് തന്നെയാണ്? കോയിൻസൈഡ് വിത്ത് ദ നോർമൽ. സോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്ത് തന്നെയാണ്? 0. റൈറ്റ്? സോ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ എ റേ ഓഫ് ലൈറ്റ് ഹാവിംഗ് 0 റിഫ്ലക്ഷൻ ആംഗിൾ ഈസ് എന്താണ്? 0. റൈറ്റ്? ഇനിയിപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ബിക്കോസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഡയറക്റ്റ്ലി തന്നിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? അത് ഈക്വൽ ആയതുകൊണ്ട് നേരെ 0ലേക്ക് പോവാം. ഓക്കെ ഓക്കെ, നൗ a ray of light strikes a plane mirror PQ at an angle of incidence 30 degree is reflected from the plane mirror and then strikes a second plane mirror QR, okay, placed at right angles to the first mirror. Okay, the angle of reflection at the second mirror, അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നേരത്തെ ചെയ്ത രണ്ട് പ്രോബ്ലത്തിൽ നിന്ന് എന്താണ് ഇതിനൊരു ഡിഫറൻസ്? നേരത്തെ വി ഹാഡ് ഓൺലി 1 പ്ലെയിൻ മിറർ, റൈറ്റ്? പക്ഷെ ഇപ്പം എന്തുണ്ട്? വി ഹാവ് 2 പ്ലെയിൻ മിറേഴ്സ്. ഓക്കെ, അതെങ്ങനെയാണ് വെച്ചിരിക്കണേ? പി ക്യൂവും ക്യു ആറും പ്ലേസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ഫസ്റ്റ് മിറർ. അപ്പോൾ 2 മിററും എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? റൈറ്റ് ആംഗിൾസിൽ. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കാം. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, ദിസ് ഇസ് പി ക്യൂ, ഓക്കെ. ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി. ബിക്കോസ് പി ക്യൂ ക്യു ആറും ദേ ആർ കെപ്റ്റ് അറ്റ് പെർപെൻഡിക്കുലർ റൈറ്റ് ആംഗിൾസ്, റൈറ്റ്? നൗ ഇനി എന്താ തന്നിരിക്കുന്നത്? എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് അറ്റ് പി ക്യൂ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് 30 ഡിഗ്രി തന്നിട്ടില്ലേ? ഓക്കെ, അപ്പം നമുക്ക് പിക്ചറൈസ് ചെയ്യാം. ദിസ് ആംഗിൾ ഇസ് 30 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേ ഗെറ്റ്സ് ഇൻസിഡന്റ് ഓൺ ക്യു ആർ. ഓക്കെ, ഓക്കെ. ഇനി ക്യു ആറിൽ വന്ന് വീഴുന്ന ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കാം? അഗെയിൻ ഇറ്റ് ക്യാൻ അണ്ടർഗോ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എന്ത് വരയ്ക്കാം? ഇവിടെ ഒരു നോർമൽ വരയ്ക്കാം, റൈറ്റ്? ഓക്കെ, ലുക്ക് അറ്റ് ദിസ്. ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് റേ എന്ത് ചെയ്തു? വീണ്ടും ഇറ്റ് അണ്ടർഗോ റിഫ്ലക്ഷൻ. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? ഇത് 30 ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? 30.
ഓക്കെ, ഇനി ഈ നോർമലും ക്യു ആറും രണ്ടും എന്താണ്? ദേ ആർ പാരലൽ ലൈൻസ് അല്ലേ? ബിക്കോസ് ദിസ് നോർമൽ ഇസ് പെർപെൻഡിക്കുലർ ടു പി ക്യു. ക്യു ആറും എങ്ങനെയാണ് വെച്ചിരിക്കണേ? പെർപെൻഡിക്കുലർ ടു പി ക്യു. അപ്പൊ ഇവർ രണ്ടാളും എന്താണ്? പാരലൽ ആണ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ട്രാൻസ്വേഴ്സൽ ആണ്. ഓക്കെ, സോ ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു ദിസ് ആംഗിൾ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? അപ്പൊ ഇത് 30 ആണെങ്കിൽ ഇതും എന്താണ്? 30. ഓക്കെ, ഇനി എളുപ്പമല്ലേ? കാരണം എന്താണ്? യു നോ ദാറ്റ് നോർമൽ ഓൾവേസ് മേക്ക് 90 ഡിഗ്രി വിത്ത് ദി മിറർ സർഫേസ്. ഓക്കെ, അപ്പൊ ഇത് 90 ആണെങ്കിൽ ഇത്രയും 30 ആണെങ്കിൽ എത്ര വരും? 90 മൈനസ് 30, ദാറ്റ് ഈസ് 60. ഓക്കെ, ക്വസ്റ്റൻ എന്താ ചോദിച്ചിരിക്കണേ? ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അറ്റ് ദി സെക്കൻഡ് മിറർ, അതായത് ക്യു ആറിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാ? ഇത് 60 ആണെങ്കിൽ ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു 60. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ആൻഡ് ദ ആൻസർ ഇസ് 60 ഡിഗ്രി. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് ദി കോൺസെപ്റ്റ് ഓഫ് പ്ലെയിൻ മിറർ. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ഒറ്റ കോൺസെപ്റ്റ്, എന്താണ് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇതൊന്ന് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പ്രോബ്ലവും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഓക്കെ, നമുക്കിനി പ്ലെയിൻ മിററിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും അത് ബേസ് ചെയ്തിട്ടുള്ള 1 or 2 MCQ ക്വസ്റ്റ്യൻസും എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്നും നോക്കാം. ഓൾ റൈറ്റ്, സോ എന്തായിരുന്നു പ്ലെയിൻ മിറർ? പഠിച്ചതല്ലേ? എന്തായിരുന്നു പ്ലെയിൻ മിറർ? സർഫസ് എന്താണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള മിറേഴ്സിനെ ആയിരുന്നു എന്തെന്ന് പറയുന്നത്? പ്ലെയിൻ മിറേഴ്സ്. ഓക്കെ, റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്തായിരുന്നു? ഫ്ലാറ്റ്. ഓക്കെ, അങ്ങനെയുള്ള മിറേഴ്സിനെ ആയിരുന്നു എന്തെന്ന് പറയുന്നത്? പ്ലെയിൻ മിറേഴ്സ്. ഓൾ റൈറ്റ്, ഓക്കെ. നൗ പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? ദ ഫസ്റ്റ് വൺ വാസ് യു ഹാവ് എ വിർച്വൽ ഇമേജ്. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു പ്ലെയിൻ മിററിൻ്റെ നമ്മുടെ കണ്ണാടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കാണുന്ന നമ്മുടെ സ്വന്തം ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണിതെല്ലാം അല്ലേ? അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ് ഇത് പഠിക്കാൻ, റൈറ്റ്? അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്? വിർച്വൽ ഇമേജ്. ഓക്കെ, ഈ ഒരു എൻറ്റയർ ചാപ്റ്ററിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ വിർച്വൽ ഇമേജ് എന്താണ്, റിയൽ ഇമേജ് എന്താണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ വിർച്വൽ ഇമേജിൻ്റെയും റിയൽ ഇമേജിൻ്റെയും ഡിഫറൻസ് ഒക്കെ, ആ കോൺസെപ്റ്റ് ഒക്കെ നമ്മുടെ മൈ സ്കൂൾ ആപ്പിലുള്ള വീഡിയോ ലെസൺസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ കോൺസെപ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് ഉണ്ട്. ഓൾറൈറ്റ്, അത് നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. എനിവേസ്, വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇപ്പം നമ്മൾ നമ്മുടെ പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ ഇമേജ് എവിടെയാണ്? സംവെയർ ഇൻസൈഡ് ദ മിറർ അല്ലെങ്കിൽ സംവെയർ ബിഹൈൻഡ് ദ മിറർ എന്നൊരു ഫീലിംഗ് ആണ് അല്ലേ? ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ വെച്ചു, അതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് ആ പ്ലെയിൻ മിററിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുറകിൽ എവിടെയോ കാണുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? പക്ഷെ നിങ്ങൾ പ്ലെയിൻ മിററിൻ്റെ പുറകിൽ പോയി നോക്കിയാൽ അവിടെ ആ ഇമേജ് കാണാൻ പറ്റുമോ? ഇല്ല. പ്ലെയിൻ മിററിൻ്റെ പുറകിൽ നിങ്ങളൊരു സ്ക്രീൻ വെച്ചു, ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇമേജ് കിട്ടുമോ? ഇല്ല. ഓക്കെ, ഇങ്ങനെയുള്ള ഇമേജസിനെ പറയുന്നതാണ് എന്ത്? വെർച്വൽ ഇമേജസ്. ഓക്കെ, ദേ കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. ഓക്കെ, പ്ലെയിൻ മിററിൻ്റെ പുറകിൽ ഒരു സ്ക്രീൻ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ആ ഇമേജ് കിട്ടില്ല. ഓൾ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ റിയൽ ഇമേജ് എന്ന് പറയുന്നത്? സി, ഇതുപോലെ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്ന ഇമേജസിനെയാണ് എന്തെന്ന് പറയുന്നത്? റിയൽ ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ കോൺകേവ് മിറർ. ഓക്കെ, ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? കോൺകേവ് മിററിൻ്റെത് അല്ലേ? കോൺകേവ് മിറർ ഓൾവേസ് പ്രൊഡ്യൂസസ് റിയൽ ഇമേജ്. ഓക്കെ, എക്സെപ്റ്റ് ഇൻ വൺ കേസ്. ഒരു കേസിൽ എന്ത് വരുന്നുണ്ട്? വെർച്വൽ ഇമേജ് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ കോൺകേവ് മിററിലേക്ക് എത്തുമ്പോൾ നമുക്ക് പഠിക്കാം. വാട്ട് എവർ, ഇവിടെ എന്താണ് ഈ ക്യാൻഡിൽ ലൈറ്റിൻ്റെ റിയൽ ഇമേജ് ആണിത്. ബിക്കോസ് വൈ? ഇറ്റ് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ. ഇവിടെ ഇപ്പോൾ ഒരു സ്ക്രീനിൻ്റെ മുകളിലാണ് നമുക്ക് ഇമേജ് കാണുന്നത്,
റൈറ്റ്? അപ്പോൾ ഇങ്ങനെ സ്ക്രീനിൻ്റെ മുകളിൽ കിട്ടുന്ന ഇമേജസിനെ നമ്മൾ എന്ത് പറയുന്നു? റിയൽ ഇമേജസ്. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ വെർച്വൽ ഇമേജ് ആൻഡ് എ റിയൽ image, right? Now virtual images are always erect. അതാണ് ഓർത്ത് വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വെർച്വൽ ഇമേജസ് ആർ ഓൾവേസ് ഇറക്റ്റ്. അത് ഓർത്താൽ മതി, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, റൈറ്റ്? വെർച്വൽ ആണോ, ദെൻ ഇറക്റ്റ് ഇമേജ്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആണ് ആരൊക്കെ? റിയലും ഇൻവേർട്ടഡും. റിയൽ ഇമേജ് ആണോ, then it will be inverted. ഓക്കെ, അവർ രണ്ടുപേരും എന്താണ്? ഫ്രണ്ട്സ് ആണ്. റിയൽ ഇമേജ് ആണോ, ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻവേർട്ടഡ്. വെർച്വൽ ഇമേജ് ആണോ, ഇറ്റ് വിൽ ഓൾവേസ് ബി ഇറക്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്ലെയിൻ മിററിൽ നമ്മളെ തന്നെ കാണുന്നത് തലയും കുത്തിയിട്ടാണോ? അല്ല, നമ്മൾ ഇങ്ങനെ തന്നെ അപ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്, ഇറക്റ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലേ? സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ദി image formed on a plane mirror, that is, it is always an erect image. All right, and the third property is that image size is equal to object size. അതും ഓർക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ പ്ലെയിൻ മിററിൽ നമ്മളെ തന്നെ കാണുമ്പോൾ നമ്മളെ ഡിമിനിഷ്ഡ് ആയിട്ടാണോ കാണുന്നത്? അല്ല. നമ്മളെ എൻലാർജ്ഡ് ആയിട്ടാണോ കാണുന്നത്? അല്ല. നമ്മളെ എങ്ങനെയാണോ അങ്ങനെ കാണുന്നത്, അല്ലേ? ദാറ്റ് മീൻസ് ഇമേജ് സൈസ് ഇസ് ഈക്വൽ ടു ദി ഒബ്ജക്റ്റ് size. Simple, അല്ലേ? ഇനി ഇമേജ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഏത്? ഇമേജ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നുള്ളത്. വൈ? ബിക്കോസ് ഈ ഒരു പ്ലെയിൻ മിററിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ ഈ ഒരു ഒറ്റ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. എന്ത്? ഇമേജ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ആ ഒരു ഒറ്റ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അവിടുത്തെ എല്ലാ പ്രോബ്ലംസ് ചെയ്യാമെന്ന്. സിമിലർലി പ്ലെയിൻ മിററിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ ഈ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ഇമേജ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതായത് സി, ഇപ്പോൾ ഇവിടെയാണ് ഒബ്ജക്റ്റ്, ഒരു 30 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇമേജ് എവിടെയാണ്? ഇമേജും ഒരു 30 സെൻറ്റിമീറ്റർ ബിഹൈൻഡ് ദി മിറർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇമേജും അടുത്തേക്ക് വരുന്നു. നിങ്ങൾ പ്ലെയിൻ മിററിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കാണാം ഇമേജും ഇങ്ങനെ പ്ലെയിൻ മിററിൽ നിന്ന് ഇങ്ങനെ ബാക്കോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും, റൈറ്റ്? ദാറ്റ് ഈസ് ഇമേജ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ദി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇത് 30 ആണെങ്കിൽ ഇതും 30, ഇത് 50 ആണെങ്കിൽ എന്താണ്? നിങ്ങളുടെ ഇമേജും എന്താണ്? ഒരു 50 സെൻറ്റിമീറ്റർ ബിഹൈൻഡ് ദി മിറർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം, റൈറ്റ്? ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ലാറ്ററൽ ഇൻവേർഷൻ. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ. അതായത് നിങ്ങളിപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഹൈ പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇമേജ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് ഹൈ പറയും, റൈറ്റ്? ആ ലെഫ്റ്റ് റൈറ്റ് റിവേഴ്സലിന് പറയുന്നതാണ് എന്ത്? ലാറ്ററൽ ഇൻവേർഷൻ. ഓൾ റൈറ്റ്, ഓക്കെ. നൗ പ്ലെയിൻ മിററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1 or 2 ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്, റൈറ്റ്? നൗ an object is placed at a distance of 0.25 meter in front of a plane mirror. All right, object distance തന്നിട്ടുണ്ട് എത്ര? 0.25. okay, the distance between the object and the image will be, ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇപ്പോൾ പ്ലെയിൻ മിറർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 0.25 മീറ്ററിൽ ആര് വെച്ചിട്ടുണ്ട്? നമ്മുടെ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചല്ലോ എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞ ഒരൊറ്റ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നോക്കുക, അങ്ങനെയാണെങ്കിൽ ഇതും എന്താണ്? 0.25 മീറ്റർ, റൈറ്റ്?
because object distance will be equal to the image distance from the plane mirror. Right? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് ആണോ ക്വസ്റ്റ്യൻ? അതാണ് പ്രശ്നം. നന്നായിട്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? വായിക്കണം. നേരെ പോയിട്ട് 0.25 പോയില്ലേ? തെറ്റില്ലേ? 0.25 ആണോ ആൻസർ വരിക? എന്താണ് ആൻസർ വരിക? ദ ആൻസർ വിൽ ബി 0.5 മീറ്റർ. കാരണം ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഓബ്ജക്റ്റ് ആൻഡ് ദി ഇമേജ്. ഈ ഒബ്ജക്റ്റും ഈ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ 0.25 പ്ലസ് 0.25 equal to 0.5 meter is the right answer. Okay, so option B, that is 0.5 is the right answer. 0.5 meter. All right. അപ്പോൾ ഈ MCQന്റെ ഒരു റിസ്ക് ഇതാണ്, നിങ്ങൾ ആൻസർ ചെയ്യുന്ന ടൈമിൽ തെറ്റാനുള്ള ചാൻസ് ശരിയാവാനുള്ളതിനേക്കാളും പ്രോബബിലിറ്റി കൂടുതൽ ചിലപ്പോൾ എന്തായിരിക്കും? തെറ്റാനുള്ളതായിരിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് തിരക്കിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് 0.25 കാണുന്നു, നേരെ പോകുന്നു, ഒന്നും നോക്കുന്നില്ല. പിന്നെ രണ്ടാമത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, വേഗം പോയിട്ട് 0.25 ഇവിടെ കണ്ടുപോയോ, അത് എന്ത് ചെയ്യും? ആ ഓപ്ഷൻ നിങ്ങൾ അവിടെ എഴുതാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ നന്നായിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എത്ര പ്രാവശ്യം വായിച്ചാലും കുഴപ്പമില്ല, 3-4 ടൈംസ് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഫൈനൽ ആൻസർ എഴുതുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? വൺസ് അഗൈൻ യു റീഡ് ദി ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്നും കൂടി വായിച്ച് നോക്കുക. ഓൾ റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം എന്താണ്? വെൻ എ പ്ലെയിൻ മിറർ ഈസ് റൊട്ടേറ്റഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ, the reflected ray turns an angle 2 theta. Then the size of the image. Okay, plane mirror ne endu cheyidu? Rotate cheyidu through an angle theta. Appo reflected ray endu cheyidu? Or angle 2 theta turn cheyidu. Okay, kore karyam cheyidu. Anganeyanengil size of the image endana? Option double, hard, remain same, becomes infinite. Okay, attention children, this is very important question. കാരണം എന്താണ്? നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് എപ്പോഴും എന്താണ്? ഇമേജ് സൈസ് വിൽ ബി ഈക്വൽ ടു ഒബ്ജക്റ്റ് സൈസ് ഫോർ എ പ്ലെയിൻ മിറർ. അതിനി മിറർ നിങ്ങൾ തീറ്റ ആംഗിളിൽ തിരിച്ചാലും 2 തീറ്റ ആംഗിളിൽ തിരിച്ചാലും 3 തീറ്റ ആംഗിളിൽ തിരിച്ചാലും എങ്ങനെ തിരിച്ചാലും ആ ഒരു കോൺസെപ്റ്റ്, അത് നമ്മൾ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പല പല കോംപ്ലിക്കേഷനും തരും, പക്ഷേ എന്താണ്? ആൻസർ നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ സിമ്പിളാണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് സൈസ് ഓഫ് ദ ഇമേജ് റിമെയിൻസ് സെയിം. ഓക്കെ, ഒബ്ജക്റ്റ് സൈസ് എന്താണോ അത് തന്നെയായിരിക്കും ഇമേജിൻ്റെ സൈസും. അത് മിറർ എങ്ങനെ ടേൺ ചെയ്താലും ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. ഓൾ റൈറ്റ്, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് റിമെയിൻസ് സെയിം. ഓക്കെ, സോ അടുത്ത നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് സ്ഫെറിക്കൽ മിറർ വിത്ത് റിഫ്ലക്റ്റിംഗ് സർഫേസ് കർവ്ഡ് ഇൻവേർഡ്സ് ഈസ് കോൾഡ്. ഓക്കെ, നിങ്ങൾ സ്ഫെറിക്കൽ മിറേഴ്സ് ഒക്കെ പഠിച്ചില്ലേ? എത്ര ടൈപ്പ് സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ടായിരുന്നു? എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു? There were 2 types of spherical mirrors, that is concave and convex. Okay, now എന്താണ് കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും ഡിഫറൻസ്? കോൺകേവ് മിറർ ആ പേര് പറയുന്ന പോലെ തന്നെ the shape is like a cave, അല്ലേ? That means ഈ ഇൻസൈഡ് സർഫേസ് ആണ് എന്ത്? റിഫ്ലക്റ്റിംഗ് സർഫേസ്. പക്ഷേ വാട്ട് അബൌട്ട് കോൺവെക്സ് മിറർ? കോൺവെക്സ് മിററിന്റെ ഔട്ട്സൈഡ് സർഫേസ് ആയിരുന്നു എന്ത്? റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഓക്കെ, സോ കോൺകേവ് മിറർ എന്താണ്? ആ കേവ് ഷേപ്പ്, അല്ലെ? കേവ് ഷേപ്പ്, ദാറ്റ് മീൻസ് ദ ഇൻസൈഡ് സർഫേസ് ഇസ് ദി റിഫ്ലക്റ്റിംഗ് സർഫേസ്. അപ്പം കോൺകേവ് മിറർ ഏതായിരുന്നു? ഇൻസൈഡ് സർഫേസ് ആയിരുന്നു റിഫ്ലക്റ്റിംഗ്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് സർഫേസ് ആയിരുന്നു റിഫ്ലക്റ്റിംഗ് എന്നൊക്കെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഓർക്കുക, ആ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ്സ് ലൈക്ക് എ കേവ്. ഓക്കെ, കേവ് ഷേപ്പ്. ഏതിനാണ് കേവ് ഷേപ്പ് വരുന്നത്? കോൺകേവ്. ഇൻസൈഡ് സർഫേസ് ആണ് എന്ത്? റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഓക്കെ, കോൺവെക്സ് ആവുമ്പോൾ എന്താണ്? ഔട്ട്സൈഡ് സർഫേസ് ആണ് റിഫ്ലക്റ്റിംഗ് സർഫേസ്.
ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ? Spherical mirror with reflecting surface curved inwards is called a concave mirror. All right? Curved inwards ആവുമ്പോൾ it's concave mirror. Okay. Now, എന്താണ് ഇതിനെ spherical mirror എന്ന് വിളിക്കാൻ കാരണം? Why it is known as spherical mirror? Okay, അതൊക്കെ ഓർമ്മയുണ്ടോ? Because it is part of a sphere. ഒരു സ്ഫിയറിന്റെ പാർട്ട് ആയിരുന്നു ഈ മിറേഴ്സ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ ലുക്ക് അറ്റ്. ഇത് ഏത് മിററാ? കോൺകേവ് ആണോ കോൺവെക്സ് മിറർ ആണോ? സി, പാരലൽ റേ എന്താണ് സംഭവിക്കുന്നത്? പാരലൽ റേക്ക് the parallel ray is passing through which point? Focus. Okay, parallel ray converge ചെയ്തിട്ട് after reflection it is passing through focus. So ഇത് എന്ത് ടൈപ്പ് മിറർ ആയിരിക്കും? This is obviously a concave mirror. Okay, കാരണം എന്താണ്? For a concave mirror all the parallel rays, principal axis ന് parallel ആയിട്ടുള്ള എല്ലാ റേസും എന്ത് ചെയ്യും? It will pass through focus after reflection. Okay, എല്ലാ ഇനിയിപ്പോൾ നിങ്ങൾ ഇനി വേറെ ഇവിടെ റേസ് വരച്ചോ, ഏത് റേയും എന്ത് ചെയ്യും? It will pass through focus after reflection. All right. Okay, so this is known as a converging mirror. എന്നിട്ട് കോൺകേവ് മിററിനെ നമ്മൾ എന്തെന്നും വിളിക്കുന്നു? കൺവേർജിങ് മിറർ എന്ന് വിളിക്കുന്നു. കാരണം പാരലൽ റേസിനെ എല്ലാം ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുവാണ്? That it will converge. Okay, see, കണ്ടോ ഈ പാരലൽ റേക്ക് എന്ത് സംഭവിച്ചു? ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വാസ് പാസിംഗ് ത്രൂ ദി ഫോക്കസ്. ഓൾ റൈറ്റ്, അറ്റ് ദിസ് പോയിന്റ് ദീസ് റേസ് ആർ കൺവെർജിങ്. അതുകൊണ്ട് നമ്മൾ കോൺകേവ് മിററിനെ എന്തും വിളിക്കും? കൺവെർജിങ് മിറർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് കോൺവെക്സ് മിറർ? കോൺവെക്സ് മിറർ ഇസ് നോൺ ആസ് ഡൈവേർജിങ് മിറർ. കാരണം എന്താണ്? പാരലൽ റേ എന്ത് ചെയ്യും? ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്തു പോകും. കണ്ടോ, ഈ രണ്ട് പാരലൽ റേസിനും എന്ത് സംഭവിച്ചു? അവിടുന്ന് ദേ റിഫ്ലക്റ്റഡ്. ആൻഡ് നമുക്ക് കാണുമ്പോൾ എന്ത് തോന്നും? വി ഫീൽ ദാറ്റ് ദീസ് റേസ് ആർ ഡൈവേർജിങ് ഫ്രം ദി ഫോക്കസ്. ഫോക്കസിൽ നിന്നാണ് ഈ റേസ് എന്ത് ചെയ്യുന്നത്? ഡൈവേർജ് ചെയ്യുന്നതെന്ന് തോന്നും. ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, സി, ഫോക്കസിൽ നിന്നാണ് ഈ റേസ് എന്ത് ചെയ്യുന്നത്? വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കോൺവെക്സ് മിററിനെ എന്തെന്ന് വിളിക്കുന്നു? ഡൈവേർജിങ് മിറർ. ആൻഡ് കോൺകേവ് മിറർ ഇസ് നോൺ ആസ് കൺവെർജിങ് മിറർ. ഓക്കെ, ദിസ് ഇസ് എ converging mirror and this is a diverging mirror. Okay, now spherical mirrors inde കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതുമായിട്ടുള്ള ബേസിക് ആയിട്ട് വരുന്ന എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? MCQs ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കമ്പോണൻസ് വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവരെ സ്ഫെറിക്കൽ മിറർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദേ ആർ പാർട്ട് ഓഫ് എ സ്ഫിയർ. അതുകൊണ്ടാണ് സ്ഫെറിക്കൽ മിറർ എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പൊ സ്ഫിയർ ആകുമ്പോൾ ഒബ്വിയസ്ലി അതിന് എന്തുണ്ട്? ഒരു സെന്റർ ഉണ്ട് അല്ലേ? ആ സെന്ററിനെ വിളിക്കുന്ന പേരാണിത് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, നൗ വാട്ട് ഈസ് പോൾ? ഓർമ്മയില്ലേ? എന്താണ്? നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണിത് പോൾ. ഓക്കെ, നൗ ഈ പോളിനെയും സെന്റർ ഓഫ് കർവേച്ചറിനെയും കൂടി കണക്ട് ചെയ്ത് പോകുന്ന ഈ ലൈൻ ആണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, നൗ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണ്? സെന്റർ ഓഫ് കർവേച്ചറിനെയും പോളും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ആൻഡ് നിങ്ങൾക്കറിയാം ഈ പോളിൻ്റെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും കൂടി മിഡ് പോയിന്റിലാണ് ആര് വരുന്നത്? നമ്മുടെ ഫോക്കസ് വരുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതി ആയിരിക്കും എന്ത്?
ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. R is equal to F is equal to എന്താണ്? F is equal to R divided by 2. Okay, that is focal length is equal to half of the radius of curvature. Alright, same case ആണ് ആരുടെയും convex mirror ൻ്റെയും. Okay, convex mirror is also part of a sphere. Only difference is that outside surface ആണ് എന്ത് reflecting surface എന്ന് പറയുന്നത്. Okay, so sphere ൻ്റെ center എന്താണ്? Center of curvature. Alright, now reflecting surface ൻ്റെ center നെ വിളിക്കുന്ന പേരെന്താണ്? Pole. And this distance is radius of curvature. And here you have the focus, principal focus. എവിടെ? Radius of curvature ൻ്റെ പകുതി. അതാണ് എന്ത്? Focal length എന്ന് പറയുന്നത്. Alright, and concave mirror ൽ നമുക്ക് എന്താണ്? We have a real focus, and for convex mirror we have virtual focus. എന്തായിരുന്നു അതിന്റെ കാരണം? Because for concave mirror എന്ത് ചെയ്യുന്നു? പാരലൽ റേസ് എല്ലാം ആക്ച്വലി ഫോക്കൽ പോയിന്റിൽ എന്ത് ചെയ്യുന്നു? കൺവേർജ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും? റിയൽ ഫോക്കസ് എന്ന് പറയും. പക്ഷേ കോൺവെക്സ് മിററിൽ എന്ത് ചെയ്യുന്നു? റേസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ ആ പോയിന്റിൽ? ഇല്ല. ബിക്കോസ് ഇവിടുന്ന് തന്നെ റേസ് എന്ത് ചെയ്തു പോകും? റിഫ്ലക്ട് ചെയ്ത് പോകും അല്ലേ? ദേ അപ്പിയർ ടു ഡൈവേഴ്സ് ഫ്രം ദി ഫോക്കൽ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങോട്ടേക്കൊന്നും റേസ് വരുന്ന പോലും ഇല്ല. കാരണം എന്താണ്? ഇവിടെ വെച്ച് തന്നെ റേസ് റിഫ്ലക്ട് ചെയ്ത് പോവാണ്. They appear to diverge from this point. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? Virtual focus എന്ന് വിളിക്കുന്നു. Okay. Okay. Now, the center of a sphere of which the reflecting surface of a spherical mirror is a part. Center of the sphere of which the reflecting surface of a spherical mirror is a part is called, very very simple question, എന്താണ്? The center of curvature. C. That is center of curvature. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Again, another simple question. The imaginary line passing through the center of curvature and pole of a spherical mirror is called, എന്താണ്? Center of curvature നെയും പോളിനെയും കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈനിനെ വിളിക്കുന്ന പേര് എന്താണ്? That is the principal axis. Right? അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് കമ്പോണൻസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രോബ്ലം ആയിട്ടൊന്നും കാര്യമായിട്ടൊന്നും ചോദിക്കാനില്ല. കൂടി പോയ ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഒരു പ്രോബ്ലം വരും. ഓക്കെ, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലെ ബേസിക് കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്ന പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് കോൺകേവ് മിറർ സെൻറ്റർ ഓഫ് കർവേച്ചർ ലൈസ് ഡാഷ് ഓഫ് ദി റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബിഹൈൻഡ് ഇറ്റ്, ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്, in its center, none of these. And the answer എന്തായിരിക്കും വരിക? See, if this is a concave mirror, ഈ ഒരു സ്ഫിയറിന്റെ സെന്റർ ആയിട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ വരിക അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ അല്ലേ? ഇതല്ലേ റിഫ്ലക്റ്റിംഗ് സർഫേസ്. അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫേസിന്റെ ഫ്രണ്ടിലാണ് ആര് വരുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ വരുന്നത്. സോ ദ ആൻസർ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അല്ലാണ്ട് ബിഹൈൻഡ് ദ മിറർ ആണോ? അല്ല, ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ ഫോർ എ കോൺകേവ് മിറർ. കോൺവെക്സ് മിറർ ആണെങ്കിലോ? ഫോർ എ കോൺവെക്സ് മിറർ for a convex mirror it lies behind the mirror. കാരണം കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് സ്ഫിയറിന്റെ പുറത്താണ്, ഔട്ട്സൈഡ് ദി സ്ഫിയർ ആണ്. അപ്പം സെന്റർ ഓഫ് കർവേച്ചർ എവിടെ വരും? ബിഹൈൻഡ് ദി മിറർ വരും. ഓക്കെ, പക്ഷേ ഒരു കോൺകേവ് മിററിന് ഇറ്റ് ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ്? ഓക്കെ, സോ the center of the reflecting surface of a spherical mirror is known as,
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സെൻറ്റർ ഓഫ് ദി റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് നോൺ ആസ് എന്താണ്? പോൾ. ഓക്കെ, തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. സ്ഫിയറിൻ്റെ സെൻറ്റർ ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, സെൻറ്റർ ഓഫ് ദി റിഫ്ലക്റ്റിംഗ് സർഫേസ്. ആ റിഫ്ലക്റ്റിംഗ് സർഫേസ്, അതായത് മിററിൻ്റെ സെൻറ്ററാണ് ചോദിച്ചിരിക്കുന്നത്, മിററുള്ള സ്ഫിയറിൻ്റെ സെൻറ്റർ അല്ല. സോ ദ ആൻസർ ഇസ് പോൾ. ഓക്കെ, നേരെ പോയി സെൻറ്റർ ഓഫ് കർവേച്ചർ എഴുതി വെക്കരുത്. ഓക്കെ, നൗ ദ ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് കോൾഡ് എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് ദി അപ്പർച്ചർ. ഓക്കെ, നേരത്തെ പറഞ്ഞപ്പം കമ്പോണൻസ് ഒക്കെ പറഞ്ഞപ്പോൾ അപ്പർച്ചറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിഫ്ലക്റ്റിംഗ് സർഫേസ് എത്രയുണ്ടോ അതിൻ്റെ ഡയാമീറ്ററിനെ വിളിക്കുന്ന പേരാണെന്ത്? അപ്പർച്ചർ. ഓക്കെ, ഇപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഇത്രയുള്ളെങ്കിൽ ദിസ് diameter is known as aperture. Okay, so the diameter of the reflecting surface of a spherical mirror is called aperture. Okay, usually this aperture diameter should be less than the radius of curvature. Aperture usually എന്തായിരിക്കണം? Less than radius of curvature. എന്നാൽ മാത്രമേ എന്തില്ലാതിരിക്കുള്ളൂ? അബറേഷൻസ് ഇല്ലാതെ കറക്റ്റായിട്ട് പാരലൽ റേസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഫോക്കസിൽ വന്ന് കൺവേർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതർവൈസ് ഇഫ് അപ്പർച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ ദി, ശരിക്കും ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. അപ്പർച്ചർ ഇതിനേക്കാളും ഒരിക്കലും റേഡിയസ് ഓഫ് കർവേച്ചറിനേക്കാളും കൂടി വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അബറേഷൻസ് ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് മീൻസ് വാട്ട്? ഒന്നുമില്ല, മീൻസ് പാരലൽ റേസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ഒരു പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, so just keep that in mind. So the diameter of reflecting surface of a spherical mirror is known as the aperture. Okay, so a final question, that is the radius of curvature of a concave mirror is 30 centimeter. Okay, r vannittund, that is 30 centimeter. Then what is the focal length of the mirror? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ? ഫോക്കൽ ലെങ്ത് എന്താണ്? ഹാഫ് ദി റേഡിയസ് ഓഫ് കർവേച്ചർ. ദാറ്റ് മീൻസ് 30/2, that is 15 centimeter. Okay, so the answer is option C, that is 15 centimeter. Okay. Okay. So, ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? 3 കോൺസെപ്റ്റ്സ്, അതായത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ, പ്ലെയിൻ മിറർ, പിന്നെ കമ്പോണൻസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്, ആ 3 കോൺസെപ്റ്റും എന്ത് ചെയ്തു? ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തു. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQസും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള സെഷൻസിൻ്റെയും വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ കോൺസെപ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വീഡിയോ ലെസൺസിലുണ്ടാവും മൈ സ്കൂൾ ആപ്പിൽ. സോ നിങ്ങൾക്കത് മൈ സ്കൂൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും കൂടുതലായിട്ടുള്ള നമ്മുടെ വീഡിയോസും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും MCQs ടെസ്റ്റുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓൾ റൈറ്റ്, സോ സ്റ്റഡി വെൽ ഫോർ ദി എക്സാം. അടുത്തൊരു സെഷനിൽ കാണാം. സോ താങ്ക് യു.